ഹായ് ഡാ മക്കളെ, നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സാമിന് ചോദിക്കുന്ന ചാപ്റ്റേഴ്സിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ടോപ്പിക്സ് ഉണ്ട് അല്ലേ, ആ ടോപ്പിക്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടോപ്പിക്കിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ആ ടോപ്പിക്കിൽ നിന്ന് വേറെ ഏത് രീതിയിലും തിരിഞ്ഞും മറിഞ്ഞും ചോദ്യം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ നല്ലൊരു മാർക്ക് കിട്ടും. അത്രയും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും കാണുന്ന ടോപ്പിക്കുകളുമാണ്. ഞാൻ ആദ്യമേ പറയുന്നു, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു, ആ വർക്കിന്റെ ഒരു ഔട്ട്കം ആണ് എക്സാം ഹാളിൽ നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ്, അത്രത്തോളം എളുപ്പമായിരിക്കും എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ആദ്യത്തെ ചോദ്യത്തിലേക്കാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള ചോദ്യമാണ്. The structural formula of a hydrocarbon is given below. ആ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യം എഴുതാനാണല്ലേ. 100% നിങ്ങൾ അടിവരയിട്ടോളൂ, ഈ ടൈപ്പ് ചോദ്യം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഇങ്ങനെ ഒരു സ്ട്രക്ചർ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ലോങ്സ്റ്റ് ചെയിൻ കണ്ടെത്തുക, സെക്കൻഡ് സ്റ്റെപ്പ് ബ്രാഞ്ച് കണ്ടെത്തുക, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ ചെയ്യുക. അറിയാത്ത ആളാണെങ്കിൽ പോലും ദാ ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 ലോങ്സ്റ്റ് ചെയിൻ ആണോ? എല്ലാ രീതിയിലും കൗണ്ട് ചെയ്യണടാ. ഞാൻ ഇങ്ങനെ കൗണ്ട് ചെയ്തു, ഇനി 1 2 3 4 5 കൗണ്ട് ചെയ്തു, 5 തന്നെയാണ്. ഇനി 1 2 3 4 5 6 അല്ലേ, അതല്ലേ നമ്മുടെ ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്. യെസ്, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ലോങ്സ്റ്റ് ചെയിൻ ഞാൻ മാർക്ക് ചെയ്തു. ബാക്കിയുള്ള ആളുകളില്ലേ, എക്സ്ട്രാ ഉള്ള ആളുകൾ, യെസ്, അവരെ ഞാൻ എന്ത് ചെയ്തു, ബ്രാഞ്ച് ആയിട്ട് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വട്ടം വരച്ചു. സോ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്പർ ചെയ്യാനാണല്ലേ. നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സംശയം വരും, 1 2 3 4 5 6 എന്നാണോ നമ്പർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 1 2 3 4 5 6 എന്നാണോ നമ്പർ ചെയ്യേണ്ടത്. നമ്പർ ചെയ്യുമ്പം ആലോചിക്കുക, നമ്മുടെ ബ്രാഞ്ചിന് ആദ്യം വരുന്ന ബ്രാഞ്ചിന് ചെറിയ നമ്പർ ആയിരിക്കണം. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചിന് 3 ആണല്ലേ, എന്നാൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ ഈ ബ്രാഞ്ചിന് 2ാമത്തെ പൊസിഷൻ ആണ് വരുന്നത്, ചെറിയ നമ്പർ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനനുസരിച്ച് എഴുതുന്നു. 1 2 3 4 5 6. ദാ മക്കളെ, ഞാൻ പറയാണ്, ഈ 3 സ്റ്റെപ്പുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും, ഇനി 5 6 8 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് തെറ്റാതെ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദർ ഇൻ ദ മെയിൻ ചെയിൻ. ഈ വരച്ചതാണ് മെയിൻ ചെയിൻ, 6 ആണുള്ളത് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6 എന്ന് എഴുതാം. നെയിം ദ ബ്രാഞ്ചസ് പ്രസന്റ്. ഇവിടെ നമുക്ക് 2 ബ്രാഞ്ച് ആണുള്ളത്, രണ്ടും CH3 ആണല്ലേ. അപ്പൊ നമുക്ക് CH3 ഒരു കാർബൺ ആയതുകൊണ്ട് ബ്രാഞ്ചിന്റെ പേരെന്താണ്, മെത്ത് എന്ന് എഴുതുന്നു. ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്നും കൂടി എഴുതുന്നു. മീഥൈൽ ഒരു കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്ത് എന്ന് എഴുതി, ബ്രാഞ്ച് ആയതുകൊണ്ട് YL എന്നും എഴുതി. സെറ്റ് ആണല്ലോ. ഇനി അടുത്തതാണ്, ഐഡന്റിഫൈ ദ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ്. പൊസിഷൻ നമ്പർ, ഈ ബ്രാഞ്ച് ഉള്ളത് 2ാമത്തെ പൊസിഷനിലാണ്, ഈ ബ്രാഞ്ച് ഉള്ളത് 4ാമത്തെ പൊസിഷനാണല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, പൊസിഷൻ നമ്പർ എഴുതാനാണ് പറഞ്ഞത്. 2,4 എന്ന് എഴുതി, 2ാമത്തെ പൊസിഷനിലുമുണ്ട് 4ാമത്തെ പൊസിഷനിലുമുണ്ട്. ഇനി റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC നെയിം എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, നമ്പർ ആണല്ലേ. 2ാമത്തെ പൊസിഷനിലും 4ാമത്തെ പൊസിഷനിലും നമുക്ക് എന്താണുള്ളത്, ഡൈമീഥൈൽ. കാരണം 2 CH3 ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നു, നമ്മൾ ഡൈമീഥൈൽ എന്ന് എഴുതുന്നു. ഡൈമീഥൈൽ. ഇനി എന്താണ്, യെസ്, മെത്ത് എത്ത് പ്രോപ്യൂട്ട് പെന്റ് ഹെക്സ്. 6 ആയതുകൊണ്ട് ഹെക്സ് എയിൻ എന്നാണ് എഴുതേണ്ടത്. സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മുടെ പേര് എന്ത് കിട്ടി, 2,4 ഡൈമീഥൈൽ ഹെക്സ് എന്ന് കിട്ടി. ഒറ്റയടിക്ക് 4 മാർക്ക് കിട്ടി. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം എവിടെ നിന്നാണ്, ലേ ഷാർട്ട്ലി പ്രിൻസിപ്പിൾ നിന്നാണ് കേട്ടോ. ഈ ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് വട്ടം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. 2 റിവേഴ്സിബിൾ റിയാക്ഷൻസ് ഓഫ് അറ്റ് ഇക്വിലിബ്രിയം ആർ ഗിവൺ. എന്താണ്, യെസ്, 2 ഉഭയദിശ പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട്. On which of this reaction does the pressure has no effect? ശ്രദ്ധിക്കണേ, ചോദിച്ചിരിക്കുന്നത് പ്രഷറിന് അല്ലെ, എന്താണ്, മർദ്ദം സ്വാധീനിക്കാത്ത
റിയാക്ഷൻ ഏതാണ്? മർദ്ദം സ്വാധീനിക്കണമെങ്കിൽ റിയാക്ടന്റ് സൈഡിലും പ്രൊഡക്റ്റ് സൈഡിലും വോളിയം വ്യത്യാസം വേണം അല്ലേ? നമുക്ക് നോക്കിയാലോ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, അപ്പൊ മൊത്തം ഇവിടെ ഒരു അയോഡിൻ അല്ലേ, അപ്പൊ മൊത്തം ഇവിടെ 2 ആണ്. പ്രൊഡക്റ്റ് സൈഡിലും 2 ആണല്ലേ, ഇതാ ഇവിടെ 2 തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1 ഇവിടെ 3, അപ്പൊ മൊത്തം നമുക്ക് ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. സെക്കൻഡ് ഇക്വേഷനിൽ വോളിയത്തിൽ വ്യത്യാസമുണ്ട് അല്ലേ? റിയാക്ടന്റ് സൈഡിൽ 4 മോൾ ആണെങ്കിൽ പ്രൊഡക്റ്റ് സൈഡിൽ 2 മോൾ ആണ്. ഇതൊക്കെ നോക്കിയാൽ മതിയടാ. ഈ തന്നിരിക്കുന്ന റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും മുന്നിലുള്ള നമ്പറുകൾ കൗണ്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. അവിടെ വോളിയത്തിൽ വ്യത്യാസമില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഏത് റിയാക്ഷനിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യാത്തത് പ്രഷർ? ഇത് ചോദിക്കുമേ മക്കളെ, എക്സാമിന് ചോദിച്ചിരിക്കും. ഏതാണ്? H2 + I2 gives ഏതാണ്? 2HI ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് ദ ഫോളോവിങ് കണ്ടീഷൻ എഫക്ട് ദ റിവേഴ്സിബിൾ റിയാക്ഷൻ? ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഞാൻ എന്ത് ചെയ്യാണ്? അഭികാരങ്ങൾ ഞാൻ എന്താണ് കൂടുതലായിട്ട് ആഡ് ചെയ്യാണ്. ഐ ആം ആഡിങ് മോർ റിയാക്ടൻസ് ഞാൻ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക അല്ലെ? എന്ത് റിയാക്ഷൻ ആണ്? ഫോർവേഡ് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതേപോലെ പ്രൊഡക്റ്റ് ഞാൻ റിമൂവ് ചെയ്യാനേ, ഉൽപ്പന്നങ്ങളെ ഞാൻ ഉണ്ടാവുന്ന ഉൽപ്പന്നങ്ങളെ ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പോഴും എന്ത് റിയാക്ഷൻ തന്നെയാണ് നടക്കുക? ഫോർവേഡ് റിയാക്ഷൻ ആണ് നടക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി അടുത്ത ചോദ്യം എവിടെ നിന്നാണ്? യെസ്, സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് അല്ലേ? നോക്കിക്കേ, സൾഫ്യൂരിക് ആസിഡ് ഒരു ഫ്ലോ ചാർട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള ഡിറ്റോ ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. ഇവിടെ നോക്കിക്കേ, സൾഫർ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്നത് എന്താണ്? നമുക്ക് SO2 ആണ് ലഭിക്കുന്നത് അല്ലേ? എന്താണ്? സൾഫർ ഓക്സിജനുമായിട്ട് കൂടി ചേരുമ്പോൾ ബേൺ ചെയ്യുമ്പോൾ SO2 ലഭിക്കുന്നു. ആ SO2 ഫർദർ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? SO3 കിട്ടുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാട്ട്? യെസ്, കാറ്റലിസ്റ്റ്. അവിടെ ഏത് കാറ്റലിസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഇന്നും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഏത് കാറ്റലിസ്റ്റാ? V2O5 ആണല്ലേ? വെനേഡിയം പെന്റോക്സൈഡ് ആണ്. ഇതെല്ലാം 1 മാർക്കിനും ചോദിക്കാറുണ്ട്. നമ്മുടെ 1 മാർക്കിന്റെ 20 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത വീഡിയോ നമ്മുടെ ഈ ചാനലുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കുക. സ്പീഡ് അടിച്ചിട്ടെങ്കിലും കണ്ടു നോക്കുക. അത് കണ്ടിട്ട് മാത്രം പരീക്ഷാ ഹാളിലേക്ക് പോവുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, നമുക്ക് എന്താണ് ചെയ്തത്? യെസ്, ഈ SO3 കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് അവിടെ? യെസ്, ഒലിയമാണ് കിട്ടുന്നത് അല്ലേ? ഒലിയത്തിന്റെ ഫോർമുല എന്താണ്? H2S2O7 ആണ്. ശ്രദ്ധിക്കണേ, എഴുതുമ്പോൾ H2S2O7 ഒലിയമാണ്. അപ്പൊ എക്സും വൈയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലേ? എക്സ് SO2 ആണെന്നും വൈ എത്രയാണ്? H2S2O7 ആണെന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത ചോദ്യം, which is the catalyst used in this process? നമ്മൾ എഴുതി അല്ലേ? ഏതാണ്? V2O5 ആണ്, വെനേഡിയം പെന്റോക്സൈഡ് ആണ്. The next one, name the process of industrial preparation of sulfuric acid. സൾഫ്യൂരിക് ആസിഡിന്റെ എന്താണ് വ്യാവസായിക നിർമ്മാണ പ്രക്രിയയുടെ പേരെന്താണ്? എന്താണ് ആ പേര്? കോണ്ടാക്ട് പ്രോസസ് ആണല്ലേ? ഇതാണ് കോണ്ടാക്ട് പ്രോസസ് ആണ്. നമുക്ക് പറയാം സമ്പർക്ക പട്ടികയാണല്ലേ? സമ്പർക്ക പട്ടിക, പ്രക്രിയ, പട്ടികയല്ലേ, പ്രക്രിയയാണ്. സമ്പർക്ക പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ്. എടാ, ഹേബർ പ്രോസസ് എന്തായിരുന്നു? Haber process, N2 plus H2 gives 2NH3. N2 plus 3H2 gives 2NH3. Yes, ammonia preparation ആണ് Haber process വരുന്നത് കേട്ടോ. ചോദ്യം ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡ് റിലേറ്റഡ് തന്നെയാണ് കേട്ടോ. സൾഫ്യൂരിക് ആസിഡ് is formed also by the direct dissolution of sulfur trioxide in water. Still, sulfur trioxide is not directly dissolved in water. Why? Sulfur trioxide ജലത്തിൽ ലയിച്ചാലും സൾഫ്യൂരിക് ആസിഡ് ലഭിക്കും. എന്നിട്ടും എന്തുകൊണ്ടാണ് സൾഫർ ട്രയോക്സൈഡിനെ ജലത്തിൽ നേരിട്ട് ലയിപ്പിക്കാത്തത്? ഇവിടെ നോക്കിക്കേ, SO3നെ വെള്ളത്തിൽ ലയിപ്പിച്ചാലും നമുക്ക് എന്ത് കിട്ടും? സൾഫ്യൂരിക് ആസിഡ് കിട്ടും. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഒലിയമായിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ഒരു കാരണം ഇല്ലാതെ നമ്മൾ വളഞ്ഞു മൂക്ക് പിടിക്കത്തില്ലല്ലോ. യെസ്, കാരണം നമ്മുടെ SO3 വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് ഹൈലി എക്സോതേർമിക് റിയാക്ഷൻ ആണ്. ഹൈലി എക്സോതേർമിക് റിയാക്ഷൻ മാത്രമല്ല, അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൾഫ്യൂരിക് ആസിഡ് യെസ് ഫോഗ് ആയിട്ട് മാറുന്നില്ല, അവിടെ മൊത്തം ഫ്യൂംസ് ആയിട്ട് മാറുന്നു. അവിടെ പിന്നെയുള്ള റിയാക്ഷനെ അത് യെസ് നടത്താൻ സമ്മതിക്കാതെ ആവുന്നു. അതാണ് റീസൺ. ആ റീസൺ അവിടെ എഴുതിയാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി?
2 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ആ പോയിന്റ് എഴുതുക. എക്സോതോമിക് ആണ്, മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള റിയാക്ഷൻ നടക്കാതിരിക്കുന്ന രീതിയിൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, ഹെമറ്റൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. മാർക്ക് ചെയ്യൂ. എവിടെ പോയി എൻ്റെ പെൻസില്? മാർക്ക് ചെയ്തിട്ടോ. ഹെമറ്റൈറ്റിൽ നിന്ന് ചോദിക്കും. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്ത ചോദ്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഹെമറ്റൈറ്റ് ഇസ് കൺവേർട്ടഡ് ടു അയൺ ഇൻ ബ്ലാസ്റ്റ് ഫേർണസ്. ബ്ലാസ്റ്റ് ഫേർണസിൽ നിന്ന്, ഫേർണസിലാണ് ഹെമറ്റൈറ്റ് നമ്മൾ എന്തായിട്ട് മാറ്റുന്നത്, നമ്മുടെ വേണ്ടപ്പെട്ട അയൺ ആക്കി മാറ്റുന്നത്. ഫസ്റ്റ് ചോദ്യം, വാട്ട് ആർ ദ സബ്സ്റ്റൻസ് ഫെഡ് ഇൻ ടു ദ ബ്ലാസ്റ്റ് ഫേർണസ് along with hematite. ഹെമറ്റൈറ്റിനൊപ്പം ബ്ലാസ്റ്റ് ഫേർണസിൽ നിക്ഷേപിക്കുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ബ്ലാസ്റ്റ് ഫേർണസിൽ നമ്മൾ 3 ആളുകളെയാണ് ഇടുന്നത്. ആരൊക്കെയാണ് ഇടുന്നത്? നമ്മൾ ആദ്യം ഇടുന്നത് ഹെമറ്റൈറ്റിനെയാണ്. ഹെമറ്റൈറ്റിനെ ഇടുന്നുണ്ട്. ഹെമറ്റൈറ്റിന്റെ കൂടെ നമ്മൾ ആരെ ഇടുന്നുണ്ട്? ലൈം സ്റ്റോൺ അല്ലേ? നമ്മൾ ആരെയാണ് ഇടുന്നത്? ലൈം സ്റ്റോൺ ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആരെയാണ് ഇടുന്നത്? കോക്കിനെയാണ് ഇടുന്നത്. നിങ്ങൾ ആലോചിക്കണേ, ഹെമറ്റൈറ്റിലാണ് നമ്മുടെ അയേൺ ഉള്ളത്. ലൈം സ്റ്റോൺ നമ്മൾ എന്തിനാണ് ഇടുന്നത്? ലൈം സ്റ്റോണിൽ നിന്നാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കാൽഷ്യം ഓക്സൈഡ് നമുക്ക് ലഭിക്കുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ് ഇംപ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം ലൈം സ്റ്റോൺ നമുക്ക് നിർബന്ധമാണ്. ഇനി കോക്ക് എന്താണ് ചെയ്യുന്നത്? കോക്കിൽ നിന്നാണ് നമുക്ക് കാർബൺ മോണോക്സൈഡ് ലഭിക്കുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് ഏജന്റ്. പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും ദ റെഡ്യൂസിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദ എക്സ്ട്രാക്ഷൻ ഓഫ് ഹെമറ്റൈറ്റ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. സോറി, വിച്ച് ഇസ് ദ മെയിൻ ഗ്യാങ് പ്രസന്റ് ഇൻ ഹെമറ്റൈറ്റ്. നമ്മുടെ ഹെമറ്റൈറ്റിലെ ഇംപ്യൂരിറ്റിന്റെ പേരാ ചോദിച്ചത് കേട്ടോ. ഹെമറ്റൈറ്റിന്റെ അകത്തുള്ള ഇംപ്യൂരിറ്റിന്റെ പേര് ഏതാണടാ? യെസ്, SiO2. എന്താണ്? സിലിക്കൺ ഡയോക്സൈഡ് ആണ്. SiO2 ആണ്. ഈ SiO2നെ സഹായിക്കുന്നത്, റിമൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആളാരാണ്? ലൈം സ്റ്റോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാൽഷ്യം ഓക്സൈഡ് ആണ് കേട്ടോ. SiO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് സ്ലാഗ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഇത്ര മനസ്സിലാക്കുക. ഗ്യാങ് ഏതാണ്? SiO2 ആണ്. വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് റെഡ്യൂസിങ് ഏജന്റ് ഇൻ ദ ബ്ലാസ്റ്റ് ഫേർണസ്. ഏതാണ്? ബ്ലാസ്റ്റ് ഫേർണസിൽ വരുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണ്. ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഷോയിങ് ദ റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് ഹെമറ്റൈറ്റ്. ഹെമറ്റൈറ്റിന്റെ നിരോക്സീകരണം സൂചിപ്പിക്കുന്ന രാസസമവാക്യം എഴുതാനാണ്. ഹെമറ്റൈറ്റിന്റെ ഫോർമുല നമുക്കറിയാം, Fe2O3 ആണ് അല്ലെ? Fe2O3 ആരാണ് റെഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ കാർബൺ മോണോക്സൈഡ് ആണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്ലസ് കാർബൺ മോണോക്സൈഡ് ഗിവ്സ് Fe പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. യെസ്, ഇതാണ് നമ്മുടെ ഇക്വേഷനിലെ Fe2O3നെ കാർബൺ മോണോക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? അയേണും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. ഇത് ബാലൻസ് ചെയ്യണല്ലേ നമ്മൾ. Fe2O3 ആണ്. അപ്പോൾ ബാലൻസ് ചെയ്യാൻ ഞാൻ ഇവിടെ 2 ഇട്ട് കൊടുത്തു. Fe2 ആയി. ഇവിടെ 3 ഇടുന്നു. 3 കാർബൺ ആയി, 3 കാർബൺ ആയി, 3 6 ഓക്സിജൻ സെറ്റ് ആണല്ലോ. Fe2O3 പ്ലസ് 3CO ഗിവ്സ് 2Fe പ്ലസ് 3CO2 ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഈ പരീക്ഷയ്ക്ക് ചിലപ്പം ഡാഷ് 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 എന്ന് തരും, ABC എന്ന് തരും, ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ ഈ ഇക്വേഷൻ, റെഡ്യൂസിങ് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചോളൂ, പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഇനി അടുത്ത ചോദ്യം എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോവിങ് കെമിക്കൽ ഇക്വേഷൻസ്. യെസ്, ഇവിടെ കാൽഷ്യം കാർബണേറ്റിൽ നിന്ന് കാൽഷ്യം ഓക്സൈഡ് ആയിട്ട് മാറുന്നതും കാൽഷ്യം ഓക്സൈഡ് SiO2 ആയിട്ട് കമ്പൈൻ ചെയ്ത് സ്ലാഗ് ആവുന്ന ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കാൽഷ്യം കാർബണേറ്റ് ഹീറ്റിൽ കൂടെ ചൂടാക്കുന്ന സമയത്ത് എന്തായിട്ട് മാറുന്നു? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഈ കാൽഷ്യം ഓക്സൈഡ് SiO2 ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കൂടിച്ചേർന്നിട്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? യെസ്, കാൽഷ്യം CaSiO3. എന്താണ്? CaSiO3 ലഭിക്കുന്നു. ഇവിടെ എടുത്തു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഞാൻ ഇപ്പം മാറ്റി എഴുതാണ്. CaO പ്ലസ് SiO2 ഗിവ്സ് CaSiO3. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇംപ്യൂരിറ്റി ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യുന്ന സ്റ്റെപ്പ് ആണല്ലേ? ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് കാൽഷ്യം ഓക്സൈഡിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇംപ്യൂരിറ്റിനെ റിമൂവ് ചെയ്യാണ്. ഇതില് ഫ്ലക്സ് ഏതാണ്? ഗ്യാങ് ഏതാണ്? സ്ലാഗ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? ഈ തന്നിരിക്കുന്ന കാൽഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്.
SiO2 എന്ന് പറയുന്നത് GAGE gang ആണ്. ഇനി CaSiO3 എന്ന് പറയുന്നത് ആരാണ്? slag ആണ്. ഈ ഇക്വേഷനും ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിച്ചിരിക്കും. അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷൻസ് മാത്രമാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ എമോണിയയുടെ പ്രിപ്പറേഷനിൽ നിന്നാണ്. വാട്ട് ആർ ദ റിയാക്ടന്റ് യൂസ്ഡ് ടു പ്രിപ്പയർ അമോണിയ ഗ്യാസ് ഇൻ ദ ലബോറട്ടറി? അമോണിയ ഗ്യാസ് നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റന്റുകൾ ഏതൊക്കെയാണ്? അഭികാരങ്ങൾ ഏതൊക്കെയാണ്? ഇതാണ് അല്ലേ, NH4Cl plus CaOH twice gives നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് അമോണിയ ഗ്യാസ് കിട്ടുന്നു. ആ ഇക്വേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇക്വേഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? റിയാക്റ്റൻസ് ഏതൊക്കെയാന്ന് കണ്ടു. പരീക്ഷയിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് റിയാക്റ്റൻസ് എഴുതാനാണ്. റിയാക്റ്റൻസ് കണ്ടു. ഇനി എന്താണ്? വിച്ച് ഈസ് ദ ഡ്രൈയിങ് ഏജന്റ് യൂസ്ഡ് ഇൻ ദിസ് പ്രിപ്പറേഷൻ? ഇവിടെ ഉപയോഗിക്കുന്ന ഡ്രൈയിങ് ഏജന്റ് ഏതാണ്? എടാ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇവിടെ എന്തോ ഒരു സാധനത്തിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഗ്യാസിനെ കടത്തി വിടുന്നത് അല്ലേ? ഡ്രൈയിങ് ടവർ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ അകത്ത് എടുത്ത ആളാരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണേ. ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് എവിടെയാണ് നമ്മുടെ ചോദ്യം? ഡ്രൈയിങ് ഏജന്റ് ആയിട്ട് ശോഷകാരകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആരെയാണ്? കാൽഷ്യം ഓക്സൈഡിനെയാണ്. കാൽഷ്യം ഓക്സൈഡ് എന്താണ് ചെയ്യുന്നത്? മോയ്സ്ചറിനെ എബ്സോർബ് ചെയ്യുന്നു അല്ലേ? നമ്മുടെ അമോണിയം ഗ്യാസിലുള്ള മോയ്സ്ചറിനെ എബ്സോർബ് ചെയ്യുന്നത് ആരാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. ദ ജാർ യൂസ്ഡ് ഫോർ കളക്ടിങ് അമോണിയ ഗ്യാസ് ഇസ് കെപ്റ്റ് ഇൻവേർട്ടഡ്. എടാ ഇവിടെ നോക്കിക്കേ, ഈ പുറത്ത് വരുന്ന ഗ്യാസ് കളക്ട് ചെയ്യുന്നത് തല തിരിച്ച ബാറിലാണ്. അതെന്താണ്? ജാറിലാണ്. ബാറിലല്ല, ജാറിലാണ്. അത് എന്തുകൊണ്ടാണ്? അമോണിയ ഗ്യാസ് ഡെൻസിറ്റി വളരെ കുറവാണ് അല്ലേ? നമുക്ക് പറയാം അമോണിയ ഗ്യാസിന്റെ ഡെൻസിറ്റി എന്താണ്? വളരെ കുറവാണ്. അതുകൊണ്ടാണ് തല തിരിച്ച പാത്രം അല്ലെ, ഡെൻസിറ്റി കുറവായതുകൊണ്ട് ഇതിങ്ങനെ മുകളിലോട്ട് പോകില്ലേ? അപ്പൊ തല തിരിച്ച പാത്രത്തിൽ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് വെൻ എ വെറ്റ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇസ് ഷോൺ ഓവർ ദ അമോണിയ ഗ്യാസ്? റെഡ് ലിറ്റ്മസ് പേപ്പർ നമുക്ക് അറിയുന്ന ഒരു പോയിന്റ് ആണ്, അറിയുന്ന ഒരു കാര്യമാണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ ബേസിക് നേച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ബേസിലാണെങ്കിൽ എന്തായിട്ട് മാറുന്നു? ബ്ലൂ ആയിട്ട് മാറുന്നു അല്ലെ? അപ്പൊ അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത് ബേസിക് സ്വഭാവമുള്ള ആളാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ കാണിച്ചാൽ അത് എന്തായിട്ട് മാറുന്നു? റെഡ് ലിറ്റ്മസ് ബ്ലൂ കളറായിട്ട് മാറുന്നു. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ അമോണിയ ഗ്യാസിന്റെ നേച്ചർ ഐഡന്റിഫൈ ചെയ്യാം, കണ്ടുപിടിക്കാം എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ നമുക്ക് എഴുതാം കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? റിയാക്ടിവിറ്റി സീരീസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 ബീക്കറിൽ ഒരേ സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലൊക്കെ നമ്മൾ എന്താണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്? യെസ്, നമ്മൾ കോപ്പർ, അയൺ, സിൽവർ റോഡുകൾ ഡിപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? വിച്ച് വൺ ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? എടാ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഒക്കെ എന്ത് കളറാണുള്ളത്? ബ്ലൂ കളർ ഉണ്ട് അല്ലേ? എന്ത് കളറാണുള്ളത്? ബ്ലൂ കളറാണ്. ആ ബ്ലൂ കളറിന്റെ കാരണം ആരാണ്? യെസ്, കോപ്പർ അയോൺ ആണ്. ആരാണ്? നമ്മുടെ ഡി ബ്ലോക്കിലുള്ള കോപ്പർ അയോൺ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നീല നിറം കൊടുക്കുന്നത്. ഓപ്ഷൻ ബി എന്താണ് ചോദിച്ചത്? ഇൻ വിച്ച് ബീക്കർ ഡാസ് കളർ ചേഞ്ച് ഓക്കർ? ഏത് ബീക്കറിലെ ലൈനിലാണ് നിറം മാറ്റം സംഭവിക്കുന്നത്? അതിന് റിയാക്ഷൻ നടക്കണം അല്ലേ? കോപ്പറിൻ്റെ അകത്ത് കോപ്പർ ഡിപ്പ് ചെയ്താൽ റിയാക്ഷൻ നടക്കുമോ? ഇല്ല. കോപ്പറിൻ്റെ അകത്ത് അയൺ ഡിപ്പ് ചെയ്താൽ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണല്ലേ? ആ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയ ആളെ നമ്മൾ മുക്കിയിടണം. കോപ്പറിനെക്കാട്ടും ഹൈലി റിയാക്റ്റീവ് ആണ് അയൺ. അപ്പൊ എന്താണ്? ഓപ്ഷൻ ബി ഇല്ല, ബീക്കർ ബി ഇല്ല, റിയാക്ഷൻ നടക്കുന്നു. ഇനി ഓപ്ഷൻ സി, സിൽവർ കോപ്പറിനെക്കാട്ടും റിയാക്ടിവിറ്റി കുറഞ്ഞ ആളാ, അവിടെ റിയാക്ഷൻ നടക്കൂ? ഇല്ല, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കില്ല. ആദേശ രാസപ്രവർത്തനമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. രണ്ടാമത്തെ ചോദ്യം എഴുതി. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ ദാറ്റ് കോസസ് കളർ ചേഞ്ച്. കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ സിമ്പിൾ ആണ്. Fe-നെ ഞാൻ CuSO4 ഇട്ട സമയത്ത് എനിക്ക് എന്താണ് കിട്ടുന്നത്? യെസ്, ഈ Fe കോപ്പറിന്റെ സ്ഥാനത്ത് വന്നിരിക്കും അല്ലേ? അപ്പൊ എനിക്ക് എന്ത് കിട്ടി? FeSO4ഉം Cu കിട്ടി. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്യേണ്ടത്. സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിടാം. ഒറ്റൊരു ടോപ്പിക്കും കൂടി
ഒരേ ഒരു ടോപ്പിക് കൂടിയാണ് ഗാൽവനിക് സെൽ. ഇതും കൂടി ടീച്ചർ ഒന്ന് ഡിസ്കസ് ചെയ്തോട്ടെ. ഗാൽവനിക് സെല്ലിൽ നമുക്കറിയാം നമ്മുടെ വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് വശം കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? യെസ്, ആനോഡിലാണ്. എന്താണ്? ആനോഡിലാണ്. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ്, ഇത് ആനോഡാണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ട് മീറ്ററിന്റെ പോസിറ്റീവ് വശം കണക്ട് ചെയ്തിരിക്കുന്നത് കാത്തോഡാണ്. പോസിറ്റീവ് വശമുള്ള സൈഡ് ഇതാണ്, കാത്തോഡാണ്. ആനോഡിൽ എന്ത് റിയാക്ഷൻ ആണ് നടക്കുക? ഓക്സിഡേഷൻ റിയാക്ഷൻ, ഓക്സീകരണമാണ് നടക്കുക. കാത്തോഡിൽ എന്താണ് നടക്കുന്നത്? റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ് നടക്കുന്നത്. നമുക്ക് ചോദ്യം നോക്കാം അല്ലെ. ഐഡന്റിഫൈ ദ മെറ്റൽസ് എ ആൻഡ് ബി. ഇവിടെ എടുത്ത സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? FeSO4ഉം CuSO4ഉമാണ്. FeSO4ൽ നമ്മൾ എന്ത് മാത്രമേ ഡിപ്പ് ചെയ്യാൻ പാടുള്ളൂ? Fe മാത്രമേ. FeSO4 ആണെങ്കിൽ അതിലുള്ള മെറ്റലാണ് ഡിപ്പ് ചെയ്യേണ്ടത്, Fe ആണ്. CuSO4 ആണെങ്കിൽ CuSO4ൽ ആരാണ്? Cu ആണ് മെറ്റൽ. അപ്പോൾ ഇവിടെ ആര് വന്നു? Cu വന്നില്ലേ? എയും ബിയും നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം, വിച്ച് മെറ്റൽ ആക്ട് ആസ് ആനോഡ്? നമ്മൾ ആദ്യം എഴുതി കഴിഞ്ഞു അല്ലേ. ഈ സൈഡ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലുകളാണ്. ഇവിടെ ആരാണ്? ഹൈലി റിയാക്റ്റീവ്, ക്രിയാശീലത കൂടിയ ആളുകളാണ്. ഇവിടെ എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്, ക്രിയാശീലത കുറഞ്ഞ ആളുകളാണ്. അപ്പൊ നോക്കണേ, വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് വശം ആണ് ആനോഡ് എന്ന് പറയുന്നത്. ഏത് മെറ്റലാണ്? Fe ആണല്ലേ. അപ്പൊ ഞാൻ ഇവിടെ എഴുതാണ്, അയേൺ ആണ് നമ്മൾ എടുക്കുന്നത്. ഓപ്ഷൻ സി എന്താണ്? റൈറ്റ് ഡൗൺ ദ ഇക്വേഷൻ ഷോയിങ് ദ റിഡക്ഷൻ റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സെൽ. റിഡക്ഷൻ റിയാക്ഷൻ എവിടെയാണ് സംഭവിക്കുന്നത്? കാത്തോഡിലാണ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണല്ലേ. അപ്പൊ കോപ്പർ എന്താ ചെയ്യുക? ഇവിടെ നമുക്ക് കോപ്പർ അല്ലേടാ ഉള്ളത്. കോപ്പർ 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കോപ്പർ Cu2+ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് എന്തായിട്ട് മാറുന്നു? കോപ്പർ ആയിട്ട് മാറുന്നു. Cu2+ 2 ഇലക്ട്രോൺസ് ഗിവ് Cu. ക്ലിയർ ആണല്ലോ. ഇനി റൈറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോണിന്റെ ഫ്ലോ എവിടെ നിന്ന് എവിടേക്കായിരിക്കും? യെസ്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നത്. അപ്പൊ നമുക്ക് പറയാം നെഗറ്റീവ് എന്ന് പറയുന്നത് ആനോഡ് ആണ്. ഫ്രം ആനോഡ് ടു കാത്തോഡ്. ആനോഡിൽ നിന്നും എങ്ങോട്ടേക്കാണ്? കാത്തോഡിലേക്കാണ് റിയാക്ഷൻ സംഭവിക്കുന്നത്. സെറ്റ് ആണല്ലോ, ക്ലിയർ ആണല്ലോ. എൻ്റെ മക്കൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടടാ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആണ്, പറഞ്ഞ ടോപ്പിക്സ് എല്ലാം മനസ്സിലായി മിസ്സേ. ഈ ടോപ്പിക്സിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഞാൻ ഒറ്റ മാർക്ക് പോലും ഞാൻ മിസ് ചെയ്യില്ല, എല്ലാ ചോദ്യവും ഞാൻ അറ്റൻഡ് ചെയ്യും എന്നാണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ സന്തോഷം ഞാനും ഒന്ന് അറിയട്ടെ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമ്മുടെ മുന്നിലുള്ളത് ചുരുങ്ങിയ സമയമാണ്. ആ ചുരുങ്ങിയ സമയത്തിൽ അവരും പഠിക്കട്ടെ. ഇതെല്ലാം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഷെയർ ചെയ്യുക മാത്രമല്ല, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. എന്നാൽ ചെറിയൊരു ഹോംവർക്ക്, നമ്മുടെ കമന്റ് ബോക്സിൽ മോൾട്ടൺ NaCl ആനോഡിൽ വരുന്നത് ആരാണ്? ഏതാണ് മോൾട്ടൺ NaCl? സോഡിയം ആണോ ക്ലോറിൻ ആണോ ആനോഡിൽ വരുന്നത് എന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ എല്ലാ മക്കൾക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ, ഈസി ആവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഒരു ചോദ്യം പോലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ് ചെയ്യരുത്. എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. അറിയുന്ന രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ബിക്കോസ് നമുക്ക് എന്തുണ്ട്? പബ്ലിക് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. നമുക്ക് നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ബൈ.